10 മാസം ചുമന്നു ഞാൻ കുഞ്ഞേ നിന്നെ നൊന്തു പ്രസവിച്ചതല്ലേ. സ്നേഹമാം മുലപ്പാലിളം ചുണ്ടിൽ നൽകി നെഞ്ചിലെ ചൂടിൽ ഉറക്കിയില്ലേ. 10 മാസം ചുമന്നു ഞാൻ കുഞ്ഞേ നിന്നെ നൊന്തു പ്രസവിച്ചതല്ലേ. ഗുരുവായൂരമ്പാടി കണ്ണൻ്റെ മുന്നിൽ ഉണ്ണിക്ക് ചോറൂണാദ്യമായി നൽകി. കൊഞ്ചിച്ചു നിന്നെ ഞാൻ അന്നമൂട്ടി, നല്ല താരാട്ടുപാടി ഞാൻ നിന്നെയുറക്കി. പൊള്ളിപ്പനിച്ചു നീ കിടന്നപ്പോളോമനെ അമ്മതൻ നെഞ്ചകം നീറിപ്പിടഞ്ഞു. എന്നിട്ടുമെന്തേ അറിഞ്ഞില്ല മകനെ അമ്മതൻ സ്നേഹത്തിനാഴപ്പരപ്പു നീ. വാർദ്ധക്യമേറെ അവശത നൽകി എൻ്റെ വാക്കും നോക്കും നിനക്കിഷ്ടമില്ലാതെയായി. ഒന്നു താങ്ങിക്കിടത്തുവാൻ പോലും മടിച്ചു നീ മാറിയകന്നു നിന്നു. ഇത്തിരി സ്നേഹമാം മരുന്നെൻ്റെ നാവിൽ ഇറ്റിച്ചു തന്നില്ല നിന്നിലെ പുത്രധർമ്മം. അഗതികൾക്കഭയവും അന്നവുമേകുമി വൃദ്ധസദനത്തിലിനി എൻ്റെ ശിഷ്ടജന്മം. എങ്കിലും മകനെ ശപിക്കില്ല നിന്നെ ഞാൻ, നിൻ കണ്ണു നനയുന്നതോർക്കുവാൻ വയ്യ. എങ്കിലും മകനെ ശപിക്കില്ല നിന്നെ ഞാൻ, നിൻ കണ്ണു നനയുന്നതോർക്കുവാൻ വയ്യ. പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം 33. താടിക്ക് തീ പിടിച്ചപ്പോൾ ബീഡിക്ക് കത്തിക്കുന്നു. ഒരാൾക്ക് ഒരാപത്ത് സംഭവിച്ചപ്പോൾ അയാളെ സഹായിക്കാൻ നിൽക്കാതെ സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലൂടെ ചന്തയിലേക്ക് പുറപ്പെട്ടതായിരുന്നു കിട്ടൻ. വഴിയിലൊരിടത്ത് ആകെ ചളിയും വഴുക്കലും. കാല് തെന്നി കിട്ടൻ ചെളിയിൽ വീണു. പിന്നാലെ വന്ന കൊട്ടൻ കിട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനല്ല ശ്രമിച്ചത്. ചളി വഴുക്കാതിരിക്കാൻ വീണ് കിടക്കുന്ന കിട്ടൻ്റെ പുറത്ത് ചവിട്ടി മൂപ്പർ അപ്പുറത്തേക്ക് കടന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ നടന്നുപോയി. തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന കൊട്ടനെ നോക്കി വീണ് കിടക്കുന്ന കിട്ടൻ പറഞ്ഞതിങ്ങനെ: താടിക്ക് തീ പിടിച്ചപ്പോൾ ബീഡിക്ക് കത്തിക്കുന്നത് കണ്ടില്ലേ നശിച്ചവൻ. നിറകുടം തുളുമ്പില്ലെന്നാണ് പഴമക്കാർ പറയുക. കുടം നിറയെ വെള്ളം നിറച്ച് കൊണ്ടുപോകാൻ കഴിയും തുളുമ്പാതെ. എന്നാൽ കുടത്തിൽ വെള്ളം കുറവാണെങ്കിൽ തുളുമ്പും. ബുദ്ധിയും വിവേകവുമുള്ളവർ ഒരിക്കലും അല്പന്മാരെ പോലെയാകില്ല. നല്ല പ്രവൃത്തിയിലൂടെ അവർ അത് കാണിച്ചു കൊടുക്കും. കുശുമ്പും കുന്നായ്മയൊന്നും അവരെ തൊട്ടു തീണ്ടില്ല. പതിരില്ലാത്ത പഴഞ്ചൊല്ലുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.